നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ICC T20 ലോകകപ്പിൽ ഇന്ത്യക്ക് പുതിയ ഓപ്പണിംഗ് കോമ്പിനേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇടിവെട്ട് ഓപ്പണറും ഇതിഹാസവുമായ വീരേന്ദർ സെവാഗ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ലോക ഒന്നാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണുമാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികൾ. സൗത്ത് ആഫ്രിക്കയുമായുള്ള T20 പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു അഭിഷേക് ജോഡി വീണ്ടും ഒന്നിച്ചതോടെ ഇക്കാര്യം ഉറപ്പാവുകയും ചെയ്തിരുന്നു. അതിനിടെയാണ് ഓപ്പണിംഗ് ജോഡികളെക്കുറിച്ച് വീരിഞ്ഞെട്ടിക്കുന്ന അഭിപ്രായ പ്രകടനം നടത്തിയത്. T20 ലോകകപ്പിൽ ഇന്ത്യൻ ഓപ്പണറായി വെടിക്കെട്ട് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷനെ കളിപ്പിക്കാമെന്ന ഞെട്ടിക്കുന്ന നിരീക്ഷണമാണ് വീരേന്ദർ സെവാഗ് നടത്തിയത്. ഇതിന്റെ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കരിയറിലെ ഏറ്റവും അപകടകരമായ ഫോമിലാണ് ഇഷാൻ കിഷൻ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. T20 ലോകകപ്പിൽ സഞ്ജു സാംസണിന് പകരം അവന് ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ അത് നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തില്ല. കാരണം സഞ്ജുവിനേക്കാൾ ഒട്ടും മോശക്കാരനല്ല ഇഷാനെന്നും വീരു അഭിപ്രായപ്പെട്ടു. 2 വർഷത്തിലേറെ നീണ്ട ഗ്യാപ്പിനു ശേഷമാണ് ഇന്ത്യൻ T20 ടീമിലേക്കു ഇഷാൻ തിരിച്ചു വിളിക്കപ്പെട്ടത്. ടീം പ്രഖ്യാപനത്തിനു മുമ്പ് ഇന്ത്യൻ T20 പ്ലാനുകളുടെ 7 അയലത്ത് പോലും അദ്ദേഹമില്ലായിരുന്നു. എന്നാൽ 2 കാരണങ്ങളാണ് ഇഷാന് ടീമിലേക്ക് അപ്രതീക്ഷിതമായി നറുക്കുവീഴാനുള്ള കാരണം. ഇതിൽ ആദ്യത്തേത് ശുഭ്മൻ ഗില്ലിനെ ഒഴിവാക്കി സഞ്ജുവിനെ ഓപ്പണിംഗ് റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടതാണ്. ഇതോടെ സഞ്ജുവിന്റെ ബാക്കപ്പായി ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറെയും ടീമിന് ആവശ്യമായി വന്നു. നേരത്തെ ടീമിലുണ്ടായിരുന്ന ജിതേഷ് ശർമ്മ ഈ റോളിലേക്ക് യോജിക്കില്ല. ഇതോടെയാണ് മുമ്പ് ഓപ്പണറായി മിന്നിച്ച ഇഷാനിലേക്ക് സെലക്ടർമാരുടെ ശ്രദ്ധ തിരിഞ്ഞത്. ഇഷാന്റെ തിരിച്ചുവരവ് എളുപ്പമാക്കിയ രണ്ടാമത്തെ കാരണം ആഭ്യന്തര ക്രിക്കറ്റിലെ തകർപ്പൻ ഫോമാണ്. സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ജാർഖണ്ഡ് ക്യാപ്റ്റനായ അദ്ദേഹം അവിശ്വസനീയ റൺവേട്ടയാണ് നടത്തിയത്. 200 സ്ട്രൈക്ക് റേറ്റിൽ 500 മുകളിൽ റൺസ് ഇഷാൻ വാരിക്കൂട്ടി. 2 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും. അതിലൊന്ന് ഫൈനലിലുമായിരുന്നു. അദ്ദേഹത്തിന്റെ സെഞ്ചുറിക്കരുത്തിൽ ജാർഖണ്ഡ് ചാമ്പ്യന്മാരാവുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കളിക്കുന്ന ഇഷാൻ അതിലും മിന്നിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ വെറും 33 ബോളിൽ സെഞ്ചുറി കുറിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. T20 ലോകകപ്പിൽ സഞ്ജു സാംസണിനെ മാറ്റി ഇഷാൻ കിഷനെ ഇന്ത്യൻ ഓപ്പണറായി പരീക്ഷിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. കാരണം ഈ റോളിൽ ഇതിനകം തന്റെ കഴിവ് തെളിയിച്ചയാളാണ് അദ്ദേഹം. മാത്രമല്ല അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു കളിച്ചാൽ മാത്രമേ ഇന്ത്യയ്ക്കു ഇടംകൈ വലങ്കൈ കോമ്പിനേഷനും ലഭിക്കുകയുള്ളൂ. ഇഷാൻ ഇടംകൈയൻ ആയതിനാൽ അഭിഷേകിനൊപ്പം ഓപ്പണറായി പരീക്ഷിക്കാനും ഗംഭീറിന് താൽപര്യം കാണില്ല. നേരത്തെ T20യിൽ ക്ലിക്കായ ഓപ്പണിംഗ് ജോഡി കൂടിയാണ് സഞ്ജുവും ഇഷാനും. കഴിഞ്ഞ വർഷം അവസാനവും ഈ വർഷം ആദ്യവുമായി തുടരെ 3 പരമ്പരകളിൽ ഇരുവരും ഓപ്പണറായി കളിക്കുകയും ചെയ്തു. 3 സെഞ്ചുറികളാണ് സഞ്ജു ഇവയിലായി വാരിക്കൂട്ടിയത്.